അഭിവന്ദ്യ പിതാക്കന്മാരെ, ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരന്മാരെ, ഏറ്റവും സ്നേഹമുള്ള പത്രപ്രവർത്തകരെ, 3:30 ഇന്ത്യൻ ടൈം. റോമിൽ ഇപ്പോൾ 12 മണി ആയിട്ടുണ്ട്. ഈ 12 മണിക്ക് വത്തിക്കാനിൽ വളരെ സുപ്രധാനമായ ഒരു പ്രഖ്യാപനം നടക്കുകയാണ്. ആ സമയം തന്നെ ആ പ്രഖ്യാപനം ഇവിടെയും വായിക്കപ്പെടുകയാണ്. അത് വായിക്കുവാനായിട്ട് നമുക്ക് ഏറ്റവും പ്രിയങ്കരനായ ജോസഫ് പാമ്പ്ലാനി പിതാവിനെ പ്രത്യേകമായി ഞാൻ ക്ഷണിക്കുന്നു. ഈ കോഴിക്കോട് രൂപതയിൽ നിന്നും ഉണ്ടായതാണ് തലശ്ശേരി അതിരൂപത. അപ്പം അതിരൂപതയുടെ തലവൻ തന്നെ ഈ ഡിഗ്രി വായിക്കുവാൻ മുന്നോട്ട് വന്നത് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. അപ്പം ഇത് വായിക്കുവാനായിട്ട് കറക്റ്റ് ടൈമിൽ തന്നെ വായിക്കുവാനായിട്ട് ഞാൻ പാമ്പ്ലാനി പിതാവിനെ ഇവിടേക്ക് ക്ഷണിക്കുന്നു. Apostolic Nunciature in India, Protocol number 2150/22/IN. Your Lordship, Right Reverend Varghese Chakalekal, His Holiness Pope Francis has erected the Diocese of Calicut as Metropolitan Archdiocese with the Diocese of Kannur and Sultanpet as suffragans, and has appointed you as the first Metropolitan Archbishop of the Archdiocese of Calicut. This news will be made public in Rome on Saturday, 12th April 2025 at noon, corresponding to 15:30 hours Indian Standard Time. Until then, the news is to be maintained under the seal of the Pontifical Secret. After your appointment is made public at your earliest convenience, kindly inform the Apostolic Nunciature about the date of the canonical possession. In entrusting your new ministry to the maternal protection of Mary, Mother of the Church, I convey to you my heartfelt congratulations. With my prayerful good wishes, I remain yours sincerely in Christ, Archbishop Leopoldo Girelli, Apostolic Nunciature. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ തിരുവെഴുത്തിൻ്റെ മലയാള പരിഭാഷ നമുക്കായിട്ട് വായിക്കുന്നതിനായി കണ്ണൂർ രൂപതാ മെത്രാൻ അഭിവന്ദ്യ വർഗീസ് വലക്സ് വടക്കുംതല പിതാവിനെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. പ്രോട്ടോകോൾ നമ്പർ 2150/22/IN. അഭിവന്ദ്യ വർഗീസ് ചക്കാലക്കൽ പിതാവേ, പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ കോഴിക്കോട് രൂപതയെ മെട്രോപൊളിറ്റൻ അതിരൂപതയായും കണ്ണൂർ സുൽത്താൻപേട്ട് രൂപതകളെ അതിരൂപതയുടെ സഫർഗൻ രൂപതകളായും അഭിവന്ദ്യ വർഗീസ് ചക്കാലക്കൽ പിതാവിനെ കോഴിക്കോട് അതിരൂപതയുടെ ആദ്യത്തെ മെട്രോപൊളിറ്റൻ ആർച്ച് ബിഷപ്പായും നിയമിക്കുകയും ചെയ്തിരിക്കുന്നു. ഈ വാർത്ത 2025 ഏപ്രിൽ 12 ശനിയാഴ്ച വൈകിട്ട് 3:30 ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം അനുസരിച്ച് റോമിൽ പരസ്യമാക്കും. അതുവരെ വാർത്ത പൊന്തിഫിക്കൽ രഹസ്യത്തിന്റെ മുദ്രയിൽ സൂക്ഷിക്കേണ്ടതാണ്.
സഭയുടെ മാതാവായ പരിശുദ്ധ മറിയത്തിന്റെ മാതൃസംരക്ഷണത്തിന് പിതാവിന്റെ പുതിയ ശുശ്രൂഷ ഏൽപ്പിക്കുകയും എൻ്റെ ഹൃദയംഗമായ അഭിനന്ദനങ്ങൾ നിങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നു. പ്രാർത്ഥനാപൂർവമായ ആശംസകളോടെ യുവേഴ്സ് സിൻസിയർലി ഇൻ ക്രൈസ്റ്റ്, ആർച്ച് ലിയോപോൾഡോ ജിറേലി, അപ്പോസ്റ്റലിക് നുൻസിയോ. താങ്ക് യു പിതാവേ. കേരള സഭയെ സംബന്ധിച്ചിടത്തോളം, മലബാറിനെ സംബന്ധിച്ചിടത്തോളം, കോഴിക്കോട് രൂപതയുടെ ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇത് അഭിമാനത്തിൻ്റെ, അനുഗ്രഹത്തിൻ്റെ വലിയ നിമിഷങ്ങൾ. 102 വർഷത്തിൻ്റെ പാരമ്പര്യവും പ്രൗഢിയും പേറുന്ന കോഴിക്കോട് രൂപത അതിരൂപതയായി ഉയർത്തുമ്പോൾ നന്ദിയോടെ ദൈവത്തിനു മുമ്പിൽ ശിരസ്സുകൾ നമിക്കാം. കോഴിക്കോട് രൂപതയെ രൂപപ്പെടുത്തിയെടുക്കുന്നതിന്, അതിൻ്റെ വളർച്ചയിൽ പരിത്യാഗത്തിൻ്റെ വഴിയിലൂടെ ചരിച്ച് മൺമറഞ്ഞു പോയ മെത്രാന്മാരെ, മിഷണറി വര്യന്മാരെ, വൈദികരെ, സന്യസ്തരെ, ആത്മായരെ നമുക്ക് സ്മരിക്കാം. ഈ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ വർഷങ്ങളായി ഇതിനു പിന്നിൽ പ്രവർത്തിച്ച് അഭിവന്ദ്യ വർഗീസ് കാലക്കൽ പിതാവിനെയും നമുക്ക് നന്ദിയോടെ ഓർക്കാം. 44 വർഷത്തെ പൗരോഹിത്യ ജീവിതവും 26 വർഷത്തെ മെത്രാൻ ജീവിതവും പൂർത്തീകരിക്കുമ്പോൾ അഭിവന്ദ്യ വർഗീസ് കാലക്കൽ പിതാവ് മെത്രാപ്പൊലീത്തയായി ഉയർത്തപ്പെടുകയാണ്. അതിലൂടെ രൂപതയുടെ ഒരു ചിരകാല സ്വപ്നം യാഥാർത്ഥ്യമാവുകയാണ്. അതിരൂപതയായി ഉയർത്തിയ കോഴിക്കോട് രൂപതയ്ക്കും മെത്രാപ്പൊലീത്തയായി ഉയർത്തിയ അഭിവന്ദ്യ വർഗീസ് പിതാവിനും ആശംസകളുമായി പിതാക്കന്മാർ. അഭിവന്ദ്യ വർഗീസ് കാലക്കൽ മെത്രാപ്പൊലീത്തയെ പൂമാലയണിച്ച് ആദരിക്കുവാനായിട്ട് തലശ്ശേരി രൂപത മെത്രാൻ മാർ ജോസഫ് പാംബ്ലാനി പിതാവിനെയും കണ്ണൂർ രൂപത മെത്രാൻ അഭിവന്ദ്യ വലക്സ് വടക്കൻതല പിതാവിനെ ബൊക്കെ നൽകി അനുമോദിക്കുവാനുമായിട്ട് ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. മറ്റ് അഭിവന്ദ്യ പിതാക്കന്മാരെ പിതാവിന് അനുമോദനം നൽകുവാനായിട്ട് പ്രത്യേകം ക്ഷണിക്കുന്നു.